യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബീജാവാപം ചെയ്യപ്പെട്ട മണ്ണാണിത്. പഴശ്ശിയും തലക്കൽ ചന്തുവും എടച്ചനക്കുങ്കനും ഒക്കെ നടത്തിയ ഒരു ഉഗ്രൻ പോരാട്ടമുണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചൊരു മണ്ണാണ്. പക്ഷെ അത് തമസ്കരിക്കപ്പെട്ടു. ടിപ്പുവിൻ്റെ ഫൈറ്റ് വന്നപ്പോഴും പട വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലാണ് ആദ്യം ചെറുത്തുനിൽപ്പുണ്ടായത്. ശ്രീരംഗപട്ടണം മൈസൂർ വഴി ഇവിടെ വന്നപ്പോൾ, മുത്തങ്ങ വഴി ഇവിടെ വന്നപ്പോഴാണ് ഒരു എതിരാളികളെ കുറിച്ച പടയെ, ഇവിടുത്തെ ഗോറില്ല വാറിനെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ്. ഹിന്ദുക്കളെ മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കുടകിലും മംഗലാപുരത്തും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ജനോസൈഡ് എന്ന് പറഞ്ഞാൽ പച്ചയായ വംശഹത്യയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതൊന്നും ചരിത്രത്തിൽ നിന്ന് എനിക്ക് അവരോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരു പൊതുപ്രവർത്തകൻ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ വായിക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു? പ്രത്യേകിച്ച് മലബാറിലുള്ള. ഞാൻ അവരോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകം ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ ആധികാരിക രേഖ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല.